മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം അനുവദിക്കില്ലെന്ന തമിഴ്നാട് സർക്കാർ നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് സി ജോസഫ് വിജയ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മുൻപ് വന്ദേമാതരം ആലപിച്ചില്ല. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാനുള്ള കേരള സർക്കാർ ശ്രമങ്ങൾ അനുവദിക്കില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് തമിഴ്നാട്. 2014 സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഡാമിലെ ജലനിരപ്പ് ഉയർത്തും. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം 152 അടിയാക്കി ജലനിരപ്പ് ഉയർത്താനാണ് ശ്രമമെന്നും നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കുന്നു. കേന്ദ്രത്തിനെതിരായ നയപ്രഖ്യാപനത്തിന്റെ വിമർശനവും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വായിച്ചു. ത്രിഭാഷാ നയവുമായി കേന്ദ്രവിഹിതത്തെ ബന്ധിപ്പിക്കുന്നത് അംഗീകരിക്കില്ല. ദ്വിഭാഷാ നയം തുടരും. ദേശീയ വിദ്യാഭ്യാസ നയത്തെ ശക്തമായി എതിർക്കും. മദ്രാസ് ഹൈക്കോടതിയിലും മധുര ബെഞ്ചിലും തമിഴിൽ വാദം നടത്താൻ അംഗീകരിക്കണമെന്നും നയപ്രഖ്യാപനത്തിലുണ്ട്. വന്ദേമാതര വിവാദം അവസാനിപ്പിക്കാൻ തമിഴ് തായ്വാഴ്ത്ത് പാടിയാണ് സഭ ആരംഭിച്ചത്. തുടർന്ന് ദേശീയഗാനവും പാടി. ഇത് തമിഴ്നാട് നിയമസഭയുടെ കീഴ്വഴക്ക ലംഘനമെന്ന് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ ആരോപിച്ചു. ആദ്യം തമിഴ് തായ്വാഴ്ത്തും സഭ പിരിയുമ്പോൾ ദേശീയഗാനവും പാടുന്നതാണ് പതിവ്. ഇന്ന് 2 തവണ ദേശീയഗാനം പാടിയെന്നും ഇത് കേന്ദ്രത്തെ പ്രീതിപ്പെടുത്താനാണെന്നും ഉദയനിധി സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.